കലവും ചട്ടിയും ഉണ്ടാക്കുന്ന വിഭാഗത്തിലെ ആളുകളുടെ ഒരു ശാസ്ത്രീയ അറിവ് അവർക്ക് സ്വയമേ ഉള്ളതുണ്ട്. അത് തന്നെ കൂടുതലായിട്ടും അവലംബിക്കുകയാണോ? ഒരു മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ റോളാണോ ശരിക്കും? അതാണോ ചെയ്യുന്നത്? അല്ല, ഇതില് രണ്ടും നമ്മൾ തന്നെ ചെയ്യണം. ഇതിലൊരു വർക്കിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു സർഫസ് കിട്ടും, അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ കിട്ടും. അപ്പൊ ആ ക്ലയന്റിനെ ആദ്യം പഠിക്കുക, അതുപോലെ ആ വെക്കുന്ന സ്ഥലം പഠിക്കുക. പിന്നെ നമ്മളിതൊരു ഫൈനൽ അവസ്ഥ നമ്മൾ ആദ്യം മനസ്സിൽ കാണണം. ആ ഒരു ഫിഗർ അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പിയറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ മുതൽ ഈ വർക്ക് തുടങ്ങുകയാണ്. പിന്നെ ഇതിന്റെ ആവശ്യമുള്ള മണ്ണ് സെലക്ട് ചെയ്യല്, ഇതിന്റെ തിക്നെസ്, ഇത്തരം ഒരു 20ഓളം പ്രൊസീജിയർ ഉണ്ട്. ഇതിന്റെ ഓരോ അംശത്തിലും നമ്മളൊരു എലമെന്റ് ആവശ്യമാണ്. ഇപ്പൊ കൊശവൻ ചെയ്യുന്നത് അവന്റെ ആ രീതിയിലുള്ള ഒരു മണ്ണ് പ്രിപ്പറേഷൻ ആയിരിക്കാം, നമുക്കത് കലം ചെയ്യുന്നുള്ള ഒരു രീതിയാണ്. ഇത് കലത്തിൽ നേരെ കുറച്ചുകൂടി പ്രൊജക്ഷനിലുള്ള ടൈൽസ് ആണ്. അപ്പോൾ അതിന്റെ ടെക്നിക്ക് മാറി, അതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഇതിന്റെ കളറിങ് ഓരോ പോർഷനിലും ഏതൊക്കെ വരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതവർ എക്സ്പീരിയൻസ് ആയപ്പോൾ അവർ സ്വയം കുറെ പോർഷൻ അവർ ചെയ്യാനായിട്ടുണ്ട്. എങ്കിൽ തന്നെ ഒരു വർക്കിന്റെ ഒരു ഫൈനൽ അവസ്ഥയിൽ വരുമ്പോൾ നമ്മളൊരു സർവീസ് ആവശ്യമാണ്. ഈ ഒരു ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പുതിയ കലാരൂപം, നേരത്തെ മിനി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതുതായി ഒരു കലാകാരൻ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു കലാരൂപം തന്നെയായിരിക്കും ഇത്. പക്ഷെ അവിടെ സംശയം വരുന്നത്, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ കലാകാരനാണോ ശരിക്കും ഇവിടെ ഷെറീഫ് നിലമ്പൂർ, അതോ ഒരു മാർക്കറ്റിംഗ് മാനേജറാണോ? തീർച്ചയായിട്ടും കലാകാരൻ തന്നെയാണ് പറയാം. കാരണം ഇത് ഇപ്പൊ ചെയ്യുന്നത് കൊശവന്മാരാണെങ്കിലും ഇതിനൊരു ഡിസൈനർ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതില് ഇപ്പോ 20ഓളം പ്രോസസ്സിംഗ് ഇതിൽ നടക്കുന്നുണ്ട്. അതിലൊരു 15ഓളം ഡിഫറെന്റ് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോ ഒരു ഫിനിഷിംഗ് ചെയ്യുന്ന ഒരാളുടെ ആ ഫിനിഷിംഗ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. ഇങ്ങനെ അതുപോലെ മണ്ണ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, ബേക്കിങ്ങില് ചൂള കത്തിക്കുന്നതിന്റെ ടൈമിങ്, അതെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു നിയന്ത്രണം ആവശ്യമാണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നമുക്കൊരു മ്യൂറൽ ചെയ്യാൻ പറ്റില്ല, ഒരു പൂർണ്ണ രൂപത്തിലെത്തില്ല. ഒരു ചെറിയ പീസ് വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന ഒരു 10 അടി അല്ലെങ്കിൽ 20 അടി ഒരു ഫുൾ ചുമര് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇലച്ചാറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിറങ്ങൾ ഒക്കെ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ രചിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാധ്യതകൾ, ഒരുപാട് സാധ്യതകളുള്ള ചുമർചിത്ര രചനയുമായിട്ടാണോ മത്സരിക്കുന്നത് ചുമർചിത്ര ശില്പകല? മത്സരം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ പലരും ഇതിനെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മ്യൂറൽ ചിത്രത്തെ ഒരു പെയിന്റിങ്ങുമായിട്ടല്ല, നമ്മളൊരു ബ്രഷ് വെച്ച് ചെയ്യുന്ന ഒരു ചിത്രം പോലെയല്ല കമ്പയർ ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു സാമ്യമുള്ളത് മ്യൂറൽ ചിത്രകലയോടാണ്. കാരണം ഇതിന്റെ ഒരു രീതി, നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉപയോഗിക്കുന്നു, അതുപോലെ ഇങ്ങനെ ഒരു തീം വൈസ് ആയിട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യം വെച്ചിട്ട് ഈ മ്യൂറൽ പെയിന്റിങ്ങുകളാണ് കമ്പയർ ചെയ്യുന്നത്. സ്വകാര്യ ആവശ്യങ്ങൾക്കായി വീടുകളിലൊക്കെ ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു? ആരൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ള ക്ലയന്റുകൾ? പ്രമുഖ ഒരു വ്യക്തി എന്നുള്ളത് മോഹൻലാലാണ് നമുക്ക് പറയുന്നു. പിന്നെ അതിന്റെ മുമ്പ് ഇപ്പോ വ്യക്തി പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ശ്രീ മോഹൻലാലാണ്. അദ്ദേഹത്തിന്റെ എറണാകുളത്തിൽ ഒരു ഹോട്ടലിൽ ഇവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയസൂര്യ, അതുപോലെ വിനയൻ, കാവ്യമാധവൻ, ഫിലിം ഫീൽഡിലെ കുറച്ച് ആൾക്കാർ, ജി വേണുഗോപാല്. അത് ശരി. ഒരു കഥ, ഇപ്പൊ ശില്പങ്ങളൊക്കെ തന്നെ ഒരു കഥ, സമ്പൂർണ്ണ കഥ വിവരിക്കുന്ന ശില്പങ്ങളുണ്ടല്ലോ, അതേമാതിരി ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ഈ മ്യൂറലിലാണ് ഏറ്റവും അധികം സാധ്യത ഉള്ളത്. ഒരു കഥ തന്നെ വേണമെങ്കിൽ നമുക്ക് ചുമർചിത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചു പോകാം. അങ്ങനെ ഈ ചുമർചിത്ര ശില്പകലയിൽ അത് സാധ്യമോ? തീർച്ചയായിട്ടും. ഏറ്റവും വലിയ ചുമരുകൾ, അതിനുള്ള സ്പേസ് ഉണ്ടോ? സ്പേസ് ആണ് നമുക്ക് ആവശ്യം. പിന്നെ ഇത് കുറച്ചൊരു ചെലവ് കൂടിയൊരു ഇതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു അത്ര വലിയൊരു സാധിഷ്ഠാനം പോകാറില്ല. അപ്പൊ അത്ര സാഹചര്യങ്ങൾ ഇനിയിപ്പോ ചെയ്യാനുണ്ട്, നമുക്ക് മുമ്പിലുണ്ട്. ഒരു വീടിന്റെ ചുവരിൽ ചെയ്യണമെങ്കിൽ അത് ചുവരിൽ അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യുന്നതാണല്ലോ. അതെ അതെ. അത് ചെയ്യണമെങ്കിൽ എത്ര? ഇത് ഫിനിഷ് ചെയ്താലും ചെയ്യാം. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓരോ പീസായിട്ട് ചുമരിൽ ഒട്ടിക്കല്ല ചെയ്യുന്നത്. ഇതൊരു ഹൈലം ബോർഡിൽ അല്ലെങ്കിൽ ഒരു പ്ലൈവുഡിൽ ഓരോ സിംഗിൾ പീസായിട്ട് ഒട്ടിച്ചെടുക്കും. ഒരു 2 അടി സൈസിൽ ഓരോ പ്രതലങ്ങളായിട്ട്, അത് ഓരോ സെപ്പറേറ്റ് പീസായിട്ട് ഡ്രില്ല് ചെയ്തൊക്കെ ചെയ്യുന്നത്. ചുവരില് വീടിനുള്ളിൽ അത്രയും ദിവസം നമുക്ക് ചെലവഴിക്കണ്ട അല്ലേ? ഇല്ല, നമുക്കൊരു വർഷം ഇതിന്റെ ഒരു വർക്കിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞത് ഒരു മിനിമം ഒരു മാസമാണ്. ഒരു 13 days വേണം ഒരു വർക്കിന്റെ പ്രോസസിംഗ് വർക്ക് ചെയ്ത് തീർക്കാൻ. അത് നമ്മളെ സ്റ്റുഡിയോയിൽ വെച്ചാൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഫിറ്റിംഗ് മാത്രം ഒരു 1 day ഒക്കെ വരുള്ളൂ. വിദേശികളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് ഇതിൽ? ഉണ്ട്. നമുക്കുള്ള ഒരു മെയിൻ ഇൻസ്പിറേഷൻ ശരിക്കും പുറത്തുനിന്നാണ്. ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു വശമല്ല പറയുന്നത്. ഇവിടെ അംഗീകരിച്ചിട്ട് ഇവിടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് അവർക്ക് ഇത് കൂടുതൽ കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാടുണ്ട് ഇതിനെ കുറിച്ചുള്ള. പിന്നെ വർക്ക്ഷോപ്പ് ഒന്ന് സന്ദർശിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. എങ്ങനെയാ അവരിതിനെ കാണുന്നത്? അപ്പൊ അവർക്ക് ഇതിന്റെ അവർ ആകർഷിക്കുന്ന ഏറ്റവും ആദ്യത്തെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ്. ആർട്ടിന്റെ ഒരു തീമും മറ്റു കാര്യങ്ങളും പിന്നെ വരുന്നതാണ്. അത്ര ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് പലരും ഇപ്പൊ പല കണ്ടിട്ടില്ല എന്ന് പറയാറുണ്ട് പല സ്ഥലത്തും. അപ്പൊ നമുക്കതുകൊണ്ട് തന്നെ പറയാം, ഇത് വേറെ എവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
ഡീറ്റെയിൽ ആയി അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വിദേശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു വിദേശിയാണ് ഇത് താങ്കളുടെ തലയിലേക്ക് ഇട്ടു തന്നതെന്ന് കേട്ടു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു മനാസ്, ഇബ്രാഹിം മനാസ് എന്ന് പറയും. പുള്ളി ഇപ്പോ ഇവിടെ കേരളത്തിൽ തന്നെ സെറ്റിൽഡ് ആണ്. ഒരു 10-15 വർഷത്തോളം സെറ്റിൽഡ് ആണ് തൃശ്ശൂരില്. അപ്പൊ അദ്ദേഹത്തും കലാമണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളെ ഇതിന്റെ ഒന്ന് കണ്ടിരുന്നു, ചെയ്യുന്ന രീതി മനസ്സിലാക്കി. പിന്നെ ഞാൻ ഈ വർക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വേറെ ഒരു വർഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളി വിളിച്ച് അപ്പൊ ഇതിന്റെ ഒരു മഹത്വം പുള്ളി ശരിക്കും മനസ്സിലാക്കി തന്നിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പ്രേരണ തന്നിരുന്നു. നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഇത് വലിയ അഭിപ്രായം ഇല്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞു തുടങ്ങിയിട്ടില്ലാന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും അവരങ്ങനെ പേടിച്ചു നിൽക്കുന്നത്. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കുന്ന ഒരാൾ എന്ന് കരുതുക, അവർക്ക് ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരുടെ വീടിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാം നമുക്ക്. നമ്മളെ ക്ലയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ കുടിലും കൊട്ടാരത്തിലും നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെ സാമ്പത്തിക സോഴ്സും അവരുടെ ഒരു സമൂഹത്തിലെ ഒരു പൊസിഷൻ നോക്കിയിട്ടല്ല, അവർ ഇതിനെ എത്രത്തോളം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 10 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 2 ലക്ഷത്തിന്റെ വീട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ നമ്മുടെ മാതൃകകൾ അറിയാം. ബേക്കർ മോഡൽ വീടുകൾ നമുക്കറിയാം, ലോ കോസ്റ്റ് വീടുകളാണ്. ഇപ്പൊ പുതിയ രീതിയിലുള്ള മണ്ണുകൊണ്ട് തന്നെ വീടുകൾ നിർമ്മിക്കുന്ന പുതിയ സ്ഥാപനങ്ങളൊക്കെ തന്നെയുണ്ട്. അതുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു മോട്ടിവേഷൻ തന്നെ നമ്മൾ ഈ മണ്ണിൽ നിന്നാണല്ലോ. അപ്പൊ നമ്മളത് ആ മണ്ണിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ബാധ്യത നമുക്കുണ്ട് ശരിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മൺവീടുകൾ ചെയ്യുന്നവർ, അതുപോലെ കുറഞ്ഞ രീതിയിൽ വീട് ചെയ്യുന്നവര്, അവരെ നമ്മളൊരു പ്രത്യേകിച്ച് അവർക്കൊരു താല്പര്യത്തിനോട് ഉണ്ടാവും ജെന്യൂനായിട്ട്. അപ്പൊ അത് നമ്മള് അവരെ നിരാശപ്പെടുത്താറില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെറിയ കട്ട് പീസ് വർക്കുകളായിട്ട് അതൊരു ഫുൾ ചുമരിന് ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അതിന്റെ ഒരു എലമെന്റ്സ് കുറച്ച് മാത്രം വെച്ചിട്ട് ബാക്കി ഏരിയ വരുന്നതിന്റെ ഒരു സെയിം ടെക്സ്ചർ കൊടുക്കുകയോ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അങ്ങനെ പല മാർഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് നമ്മളിപ്പോ അതൊന്ന് പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ വർഷം മുതൽ. അതായത് ചെറിയ ആൾക്കും താങ്ങാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ വർക്കുകളായിട്ട്. ഇവിടുത്തെ അംഗീകാരത്തിന്റെ കുറവ് കൊണ്ടാണോ അങ്ങയുടെ അടുത്ത എക്സിബിഷൻ ഈജിപ്തിലാണെന്ന് പറയുന്നത്? ഇവിടെ ഉള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒരു എക്സിബിഷൻ നടത്താണ്ട് ഈജിപ്തിൽ പോയി, കെയ്റോയിലല്ലേ അവിടെ പോയി നടത്താനുള്ള കാരണം എന്താ? അല്ല, ഇത് ഇവിടുത്തെ ഒരു അംഗീകാരം കിട്ടാത്തത് കൊണ്ടല്ല, ഇതിന്റെ മാക്സിമം സാധ്യതകൾ ചൂഷണം ചെയ്യാനുള്ളതാണ്. നമ്മളിതിൽ നിലനിൽക്കുന്നത് തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഇതിന്റെ ബെനിഫിറ്റ് വാങ്ങി വെക്കുക എന്നുള്ളതല്ല. ഒരു ആർട്ട് ഫോം എന്ന നിലക്ക് ഇതിന് എത്രത്തോളം സാധ്യതകളുണ്ട് അത് നമ്മളൊരു സമയം വെച്ചിട്ട് അതിന്റെ മാക്സിമം നമ്മൾ ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, പഴയ മൺകലാരൂപങ്ങളിലുള്ള പലതും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള സാധ്യതകളൊക്കെ നമുക്കറിയാം. ഇതിന്റെ ഒരു മെയിന്റനൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇത് എത്ര കാലം വരെ ഇതേപോലെ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്? അത് പിന്നെ എങ്ങനെയാണ് കൂടുതൽ പരിഷ്കരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വെക്കാൻ സാധിക്കുക? ഇത് എവർ ലാസ്റ്റിംഗ് ആണ്. കാരണം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അതുപോലെയാണ്. ഒരു 600 ഡിഗ്രിയിലൊക്കെയാണ് ഇതിന്റെ ബേക്കിംഗ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കളേഴ്സ് ഒന്നും ഫെയ്ഡായി പോവില്ല. നമ്മളെ മാർബിൾ കാണുന്ന ഒരു ഗ്രെയിൻസ് ഉണ്ട്, അതുപോലെയാണ് ഇതിന്റെ ഇന്റേണൽ ആയിട്ട് ഇതിന്റെ ഗ്രെയിൻസ് ഉണ്ടാവും. ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണെങ്കിൽ ആ ടൈലിന്റെ അകത്തേക്ക് ഒരു 90% ഈ ഒരു ഷെയ്ഡ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത് ഫെയ്ഡായി പോവില്ല. പക്ഷെ ചില റിസ്കുകൾ ഇതിനകത്ത്, ഇപ്പോ ചില താപനിലകളിൽ കൂടെ ഇത് പോയില്ലെങ്കിൽ അത് കൃത്യമായ ബലം കിട്ടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആദ്യമേ അടിച്ചു പരത്തും എന്നൊക്കെ പറഞ്ഞു. അവിടെ അത് പരത്തൽ ശരിയായില്ലെങ്കിൽ ചില സുഷിരങ്ങൾ ഉണ്ടായാൽ അത് പൊട്ടലുണ്ടാകാം. അതൊക്കെ ശ്രദ്ധിക്കാൻ എത്രമാത്രം ശ്രദ്ധയുണ്ട് അവിടെ? അപ്പൊ ഇതിന്റെ ഒരു റിസ്ക് ഇതാണ്, ഇത് മെക്കനൈസ് ചെയ്തിട്ടില്ല. നമുക്കൊരു പക്ഷേ ഇത് മെക്കനൈസ് ചെയ്യുമ്പോൾ ഇത്തരം കുറെ സാധ്യതകളെ നമുക്ക് കവർ ചെയ്ത് പോരാൻ പറ്റും, ഒരു പ്രശ്നങ്ങളെ. ഇപ്പോ മണ്ണ് പ്രിപ്പയർ ചെയ്യാൻ ഒരു കറക്റ്റ് ഒരു മെഷീനറി അതുപോലെ അതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന ഓർഡേഴ്സ് ഒക്കെ ബൾക്കാണ്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിന്റെ ഒരു 10 മൾട്ടിപ്പിൾസാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു മാനുവൽ ട്രീറ്റ്മെന്റ് പോരാ. ഈ പുറത്തുനിന്നുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ അറിയാനുള്ള കൗതുകമുണ്ട്. ഏത് തരത്തിലുള്ളവർ ആണ് ഇത് വരുന്നത്?